പരിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? എന്താ ഇവിടെ തന്നെ ഇതായി കൈക്ക് പരിക്കുണ്ടല്ലേ? നിങ്ങൾ അവിടെ ബസ് കാത്ത് നിന്നാണോ? ബസ് കാത്തിരുന്നത്. വീട് അതിന്റെ മുകളിൽ തന്നെയാ? മോള് പാടിയിലെ കുടി എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവരാ? ജോലിയാണ്. ഹസ്ബൻഡ് ഒപ്പം ഉണ്ടായിരുന്നു? ரெண்டாளுமே தாளை இறங்கி பஸ் ஸ்டாப்பில் காத்திருந்தது. இறங்கி பஸ் வர கொஞ்சம் சமயம் ஆயிடுச்சு. சமயம் சரி போனோன்னு அது மேலே பார்த்துக்கிட்டே இருந்தோம். அந்த கட்டடம் பூசினது அது இடிஞ்சது. திருப்பி மறுபடியும் லேசாக மரம் சாஞ்சிச்சு. இடியுது அப்படின்னு சொன்னோடனே எங்களுக்கு அங்கே நிற்க முடியலை. எங்கிட்டு போகிறதுன்னு எங்களுக்கு தெரியல. அப்படியே ஓடி வந்தோம். ஓடி வந்ததில் இந்த கால் சளி மண் சளி ரொம்ப வந்தது. வேகம் வந்தோடனே கால் மாட்டிக்கிடுச்சு. மாட்டினதில் என்னால் ஓட முடியல. கீழே விழுந்துட்டேன்னு நினைக்கிறேன். எப்படி விழுந்தேன்னு எனக்கு தெரியல. அந்த லாரி வந்து அது நான் முழிச்சு பார்க்கல, லாரிக்கு அடியிலே படுத்திருந்தது எனக்கு தெரியுது. ലോറിയുടെ സൈഡിൽ കൂടെ വന്നത്? கூட வந்தது. ஆனால் மண்ணு தான் அடிச்சிட்டு வந்துருச்சுன்னு எனக்கு தெரியும். எப்படி வந்தேன்னு எனக்கு தெரியல. ഹസ്ബൻഡിന് പരിക്കൊന്നുമില്ലല്ലോ? അവിടെ ഉണ്ടല്ലേ? ரெண்டாளும் അവിടെ വേറെ ആളുകളുണ്ടായിരുന്നു അടുത്ത ബസ് സ്റ്റോപ്പിൽ? ஆள் பஸ் ஸ்டாப்பில் இருந்தது போல ஒரு ஆள். அந்த ஆள் எங்களுக்கு பின்னாடி ஓடி வந்த ஆளுன்னு நினைக்கிறேன். அதே நமக்கு அறியல. ஆனால் ஸ்தலத்தில் பணியெடுக்கும் ஆள்கார்களும் இருந்தது. அது சுரங்கத்தில் பணியெடுக்கும் ஆள்காரும் കുറേ ആളുകൾ இருந்தாங்க. சுரங்கத்தில் பணியெடுക്കുന്നവരുണ്ടായിരുന്നു? ഉണ്ടായി. അവരൊക്കെ എത്ര ആൾ ഉള്ളിൽ പോയി വെളിയെ വന്നതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ പൊളച്ചത് ദൈവ ഭാഗ്യം. അത് യാരെ കാണാൻ முடியுது. നിങ്ങളുടെ പാടിയിരിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ മണ്ണ് ഇടിച്ച് ഇട്ടിട്ടുണ്ടോ? മണ്ണുണ്ടോ? ഇല്ല, അങ്ങനെയൊക്കെ ഇല്ല. പാടിയിൽ എന്ത് സംഭവിച്ചില്ല. ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുമ്പോൾ ഇടിഞ്ഞു വന്നത്. ഇത് ഓടി നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ കൂട്ടത്തിൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം അല്ല, നിങ്ങൾ വലിച്ചെടുക്കുന്ന ഹസ്ബൻഡാണ്? ഇവരതാണ്. ഡോക്ടറെ കണ്ടോ? എന്തെങ്കിലും പറഞ്ഞു? ചെളിയിൽ മുഴുവൻ കൊണ്ടുപോയായിരുന്നു? ഏതില്ല, ഏതും കുഴപ്പമില്ല. കൈക്കുള്ള പരിക്കേ ഉള്ളൂ? ഇതില്ല, കൈക്ക് മാത്രം ഇതുക്ക് മാത്രം മെഡിസിൻ കൊടുത്തിருக்கு. നിങ്ങൾ ബാങ്കിൽ പോകാൻ വേണ്ടി ബസ് കാത്തു നിന്ന്? ബാങ്കിൽ പോകാൻ വേണ്ടി ബസ്സിൽ കാത്തിരുന്നത്. ഇന്ന് തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നോ? തൊഴിലാളി അവിടെ ഇല്ല യാരും. അവിടെ കുറേ ആൾ ഉണ്ട്. அவங்க മോളെ കയറി എല്ലാം കയറി പോയി സ്ഥലത്തേക്ക് പോകാനും കയറിയത്. അവളെ കണ്ടെടുത്ത് நாங்கள் கீழே இறங்கி வந்தது. நாங்கள் 2 பேரும் മാത്രം இன்னைக்கு ഉണ്ടാവും. മഴയുണ്ടായിരുന്ന സമയത്ത്? சரியான மழை. ഇന്നലെ നല്ല മഴ? ഇന്നലെ നല്ല മഴ, ഇന്നും മഴ, മിഞ്ഞാളും നല്ല മഴ. 3 ദിവസവും നല്ല മഴയാണ്. அதனால എസ്റ്റേറ്റിൽ ജോലിയില്ലാണ്. വിനീത, ഏതായാലും ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെയുണ്ട്. ഞങ്ങൾ ആ വിഷ്വലൊക്കെ കണ്ടിരുന്നു, നിങ്ങൾ ഓടി വരുന്നത് CCTVയിലൊക്കെ പറ്റില്ല. എന്തെങ്കിലും പറ്റിയോ? ഇല്ല, നമുക്കൊന്നും പറ്റില്ല. പരിക്കൊന്നും പറ്റിയില്ല? പെണ്ണുങ്ങൾക്ക് മാത്രം അത് മാത്രമുണ്ട്. ചേച്ചി വീണ് ചേട്ടൻ വലിച്ചെടുക്കുന്നത്? നിങ്ങളവിടെ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാ? പെർമനന്റ് ജോലി ചെയ്യുന്നവർ. നിങ്ങൾ ബസ് കാത്തു നിന്നത് അല്ലേ? ബസ് കാത്തു നിന്നത്. അപ്പോൾ വലിയ ശബ്ദത്തോടെ ഇത് പൊട്ടി വരുവാണ് ചെയ്തത്? സത്യത്തോടെ വന്നതാണ്. നിങ്ങൾ പാലത്തിൻ്റെ ഇങ്ങോട്ട് ഓടി? ഇങ്ങോട്ട് ഓടുമ്പോഴാണ് മണ്ണ് ഞങ്ങളടുത്ത് ഓടുമ്പോൾ തന്നെ മണ്ണ് വന്ന്. ലോറിയും ഒപ്പം വരുന്നുണ്ട്? ലോറി ഉണ്ടായിരുന്നില്ല പാലത്തിൽ? ലോറി ഞങ്ങൾ കണ്ടിട്ടില്ല. ലോറി ഉണ്ടായിരുന്നത് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ റോട്ടിൽ മണ്ണുണ്ടായിരുന്നു. ആ മണ്ണ് കഴുകിക്കൊണ്ടിരുന്നത്. ചളി ഉണ്ടായിരുന്നു റോട്ടിൽ. ആ ചളിയെ വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾ ബാക്കിൽ വരണത് കണ്ടിട്ടില്ല. ബസ് സ്റ്റോപ്പിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? വേറെ ആരില്ല. വേറെ മൂന്ന് ബംഗാളി ഉണ്ടായിരുന്നു. അവർ ഞങ്ങളൊപ്പം ഓടി വന്നാ. രക്ഷപ്പെട്ടാണ് എന്താണ് അറിയില്ല. തുറങ്കത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരാ? തുറങ്കത്തിന് ജോലി. ഇത് മണ്ണിടിയുന്ന നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഓടിയതാണോ? ശബ്ദം കേട്ട് കണ്ടിട്ട് ഓടിയതാണ്. ഒന്നാകെ ഇടിഞ്ഞു വന്നത്? അവിടെ ഒന്നായിട്ട് ഇടിഞ്ഞു വന്നത്. ഇതുപോലെ ഇടിയുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടെ? അതങ്ങനെ മല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ട്? അത് ഫസ്റ്റ് പേടി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇടിയെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ്. വലിയ രീതിയിലാണ് അവിടെ കട്ട് ചെയ്ത് വെച്ചത് അല്ലേ? കട്ട് ചെയ്ത് വെച്ചത്. ഇപ്പോൾ അതിന് മുമ്പ് അവർ സിമെൻ്റൊക്കെ വെച്ചിട്ട് പൂസയൊക്കെ വെച്ച് അത് കുറച്ച് ഇടിഞ്ഞിടിഞ്ഞ് വന്ന് അങ്ങനെ വന്നതാണ് തോന്നുന്നുണ്ട് നമുക്ക്. അവിടേക്ക് ആളുകൾ താമസിക്കുന്ന വീടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? താഴോട്ട് ഉണ്ടായിരുന്നു. വീട് പോയ എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. ഈ തൊഴിലാളികളുടെ ഓഫീസ് ക്യാമ്പൊക്കെ അവിടെ ഇല്ല? ഷെഡൊക്കെ ഇല്ലായിരുന്നു അവിടെ? എവിടെ? അവിടെ തന്നെ ഈ റോഡിൻ്റെ മറുവശത്തെ ഷെഡൊക്കെ ഇല്ലായിരുന്നോ തൊഴിലാളികളുടെ? അത് എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ വീട് പാടി അതിന് മുകളിലാണല്ലേ? മുകളിലാണ്. അത് അവിടെ അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ മുകളിൽ പോകണം നമ്മൾ. നല്ല മഴയുണ്ടായിരുന്ന സമയത്ത്? നല്ല മഴയാണ്. ഇന്നലെയും പണിയില്ല, ഇന്നും പണിയില്ല സ്റ്റേറ്റിൽ കമ്പനിയിൽ. അവിടെ നിന്ന് എങ്ങനെ ഇവിടെ എത്തി? നാട്ടുകാർ കൊണ്ടുവന്നാണോ? ഇല്ല, ആംബുലൻസിൽ പെണ്ണുങ്ങൾക്ക് മുറിയായി കൊണ്ട് നോക്കിയിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്നത്. അവർ കൊണ്ടുവന്നത്. ചേട്ടന് പരിക്കൊന്നുമില്ല? എനിക്ക് ഒന്നുമില്ല.